ഇനി മനുഷ്യന് മാത്രമേ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല, ഒരു പ്രോഗ്രാം മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം. കാര്യം കൃത്യമായുള്ള അളവുകളിലാണ് മ്യൂസിക് എപ്പോഴും സംഭവിക്കുന്നത്. അളവ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ശ്രുതി തെറ്റി, താളം തെറ്റി എന്നൊക്കെ പറയും. ഇത് നോക്കൂ, ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മ്യൂസിക് സോഫ്റ്റ്വെയർ ആണ്. വെറും വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ GB കണക്കിനുള്ള സോഫ്റ്റ്വെയറിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നേരെ ഒരു ഇന്റർനെറ്റ് സൈറ്റിൽ പോവുക. അതായത് ഇതാണ് കമ്പ്യൂട്ടേഴ്സർ എന്നാണ് ഇതിന്റെ പേര്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് തരം മൂഡ് വേണം, ഏത് തരം കോഡിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് മേജർ വേണോ മൈനർ വേണോ, അതൊക്കെ മ്യൂസിക്കലിലെ ടെർമിനോളജീസ് ആണ്, ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ ടെമ്പോ, വളരെ സ്ലോ ആയിട്ടുള്ള ടെമ്പോ വേണോ അതോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടെമ്പോ വേണോ, അതിന് കൂടെ പക്കവാദ്യം വേണോ, അക്കമ്പനിമെന്റ് വേണോ, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ സ്കെയിൽ മൈനർ വേണോ മേജർ വേണോ കൊടുക്കാം. ക്ലാസിക്കൽ വേണോ അതോ ഇലക്ട്രോണിക് മ്യൂസിക് വേണോ, അതിൻ്റെ കൂടെ ഡ്രംസ് വേണോ, അതോ വളരെ ഡിസണൻ്റ് ആയിട്ടുള്ള തമ്മിൽ ബന്ധമില്ലാത്തതുപോലത്തെ ഒരു മ്യൂസിക് വേണോ, എങ്ങനത്തെ ടൈപ്പ് മ്യൂസിക് വേണമെങ്കിലോ അത് തന്നെ കമ്പോസ് ചെയ്ത് അപ്പം തന്നെ കേൾപ്പിക്കും. ആലോചിക്കുകയോ മ്യൂസിക് ഡയറക്ടറിനെ കണ്ടുപിടിക്കാൻ നടക്കുകയോ ദക്ഷിണ കൊടുക്കുകയോ ഒന്നും വേണ്ട, വളരെ കൃത്യമായിട്ടത് ചെയ്യും. സംഗീതം പെർഫെക്റ്റ് പിച്ച് വേണമെന്നുണ്ടെങ്കിൽ വളരെ കൊച്ചിലെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൊച്ചു പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ 8 മാസം 9 മാസം സമയം മുതലേ ഹൈ ലെവൽ ഇൻഫർമേഷനുള്ള മ്യൂസിക് കേൾക്കുന്ന കുട്ടികൾക്ക് ഭംഗിയായിട്ട് പെർഫെക്റ്റ് പിച്ച് കിട്ടാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ പോപ്പുലേഷൻ എങ്കിലും സാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം, വളരെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് മസിൽ മെമ്മറി നന്നാവുക. ഇപ്പം എന്തുകൊണ്ടാണ് സംഗീതജ്ഞരുടെ കുട്ടികൾക്ക് അവർ പാടാനുള്ള കാര്യം അവർ വീട്ടിൽ എന്തായാലും അച്ഛനമ്മമാർ സംഗീതജ്ഞരാണെന്ന് വെക്കൂ, ജനിക്കുന്ന കുട്ടി എന്തായാലും പാട്ട് കേട്ടായിരിക്കും വളരുന്നത്. അവർ സാധകം ചെയ്യുമ്പോഴത്തേക്കും അവർ പാടുന്ന സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടി കേൾക്കുന്നുണ്ടാവും നാച്ചുറലി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.5 വയസ്സിന് മുമ്പ് തന്നെ അതിനൊരു പിച്ച് പെർസെപ്ഷൻ എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞു, ആർട്ടിഫിഷ്യലായിട്ട് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി ഉണ്ടാക്കാം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, കർണാട്ടിക് സംഗീതം അത് മറ്റേ വെസ്റ്റേൺ മ്യൂസിക് പോലെയൊന്നുമല്ല, മനസ്സിലാവാൻ വളരെ പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർ കാണുന്ന ആർട്ടിസ്റ്റിക് വാല്യൂസ് മനസ്സിലാവാൻ വലിയ പാട് തന്നെയാണ്. പക്ഷേ കൃത്യമായ അതിൻ്റെ സയൻസ് മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, ഒരു ഭാഗവതരാണ്. കഴിഞ്ഞ നൂറ്റാണ്ടില്ല, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ത്യാഗരാജർ. ഇപ്പോൾ ആ കാണുന്നത് പോലെ പുഷ്യ പഞ്ചമി എന്ന് പറഞ്ഞൊരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അവിടെ പ്രാർത്ഥനയും. ഇപ്പോൾ പുള്ളി ഇങ്ങനെ കല്ല് രൂപത്തിലാണ്, സമാധി ആയതിനു ശേഷം പുള്ളി ഒരു ദൈവമാണ്, 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വന്ന ഒരു ദൈവമാണ് ഈ കാണുന്ന ത്യാഗരാജർ. അപ്പോൾ അവിടെ പോയി കൃത്യമായി പഠിച്ചാൽ മാത്രമേ പാട്ട് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ പാടിയാൽ മാത്രമേ പാടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇതിനകത്തുണ്ട്. ഒരു ബാസ്കറ്റ് ബോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പല പ്രാവശ്യം റിങ്ങിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മസിൽ മെമ്മറിയുടെ ഭാഗവും നിങ്ങൾ കളിക്കുമ്പോൾ അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ അത് കൃത്യമായി പോയി വീഴും. ഇല്ലെങ്കിൽ ഈ സ്വെറ്ററൊക്കെ തയ്ക്കുന്നവരെ നോക്കിയാൽ മതി, അവരും കൃത്യമായി തച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ കൂടെ അവർക്ക് വേറെ മൾട്ടി ടാസ്കിങ് ചെയ്യാം, വേറെ ആളുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാം. കൃത്യമായി കൈകാലുകൾ അതിനനുസരിച്ച് മൂവ് ചെയ്തോളും. കാര്യം വീണ്ടും നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തതുകൊണ്ടാണ്. താഴെ കാണിച്ചിരിക്കുന്നത് ഒരു സാധകം ചെയ്യുന്ന പരിപാടിയാണ്. വെള്ളത്തിൽ ഇറങ്ങി കിടക്കുക, രാവിലെ കുളിക്കുക, എന്നിട്ട് കൃത്യമായി വോക്കൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് വേണ്ട രീതിയിൽ തൊണ്ടയിൽ കൂടി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വോക്കലിസ്റ്റ് ആണെങ്കിൽ തൊണ്ട ഉപയോഗിച്ചിട്ടായിരിക്കും, വോക്കൽ കോർഡ്സ് ഉപയോഗിച്ചിട്ട് ആ മസിലിനെ ആയിരിക്കും ട്രെയിൻ ചെയ്യേണ്ടത്. ഒരു ഗിറ്റാറിസ്റ്റ് ആണെങ്കിലോ അയാളുടെ വിരലുകളെ ആയിരിക്കും അയാൾ ട്രെയിൻ ചെയ്യുന്നത്.